നമസ്കാരം. നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ ശക്തമായ മുന്നറിയിപ്പ്. പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കാരത്തിന് നിർണായക നീക്കം. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയ്ക്ക് ഇടയാക്കിയ നീറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ സുപ്രീം കോടതി വീണ്ടും ശക്തമായ ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ തുടർച്ചയായ വീഴ്ചകൾ അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വസ്തത സംരക്ഷിക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയും സംഘടിത പരീക്ഷാ തട്ടിപ്പുകളും തടയുന്നതിനായി നിയമ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള നീക്കവും കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പിഴവുകൾ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്നതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഓരോ വർഷവും ആവർത്തിക്കുന്ന പരാതികളും പരീക്ഷാ ക്രമക്കേടുകളും ഇനി അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇങ്ങനെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ബെഞ്ച് നൽകിയത്. പരീക്ഷാ സംവിധാനത്തിൽ പൂർണ്ണമായ സുതാര്യതയും വിശ്വസ്തതയും ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ജസ്റ്റിസ് PS നരസിംഹയും ജസ്റ്റിസ് അലോക് ആരാധയും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പരീക്ഷാ നടപടികളിലെ പിഴവുകൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്നതിനാൽ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കോടതി കാണുന്നതെന്ന് ബെഞ്ച് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിൽ വർഷങ്ങളായി ഉയരുന്ന ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ, സുരക്ഷാ വീഴ്ചകൾ, പരീക്ഷാ നടത്തിപ്പിലെ പിഴവുകൾ എന്നിവയെല്ലാം പരിശോധിച്ച ശേഷമാണ് കോടതി കേന്ദ്രത്തോട് കർശന നിർദ്ദേശം നൽകിയത്. പരീക്ഷാ നടപടികളിൽ ചെറിയ പിഴവുകൾ പോലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കാമെന്ന് കോടതി എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം വീഴ്ചകൾക്ക് ഇനി അറുതി വരുത്തേണ്ട സമയമായെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഈ വിഷയത്തിൽ ഇനി മുതൽ കോടതിയുടെ നിരീക്ഷണം സൂക്ഷ്മമായി തുടരുമെന്ന് ബെഞ്ച് അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ സംവിധാനത്തിൽ നടപ്പിലാക്കുന്ന ഓരോ പരിഷ്കാരവും കോടതി വിലയിരുത്തുമെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പൊതുജന വിശ്വാസം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും കോടതി നിരീക്ഷിച്ചു. വാദത്തിനിടെ സുപ്രീം കോടതി ഉയർത്തിയ പ്രധാന ചോദ്യങ്ങളിലൊന്ന് പരീക്ഷകൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇത്തരമൊരു സംവിധാനം കൊണ്ടുവന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയും മനുഷ്യ ഇടപെടലും കുറയ്ക്കാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു. അതേസമയം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകളിൽ ഡാറ്റ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ കേന്ദ്രം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സൈബർ ആക്രമണങ്ങൾ, ഹാക്കിംഗ്, ഡാറ്റ മോഷണം തുടങ്ങിയ സാധ്യതകൾ പരിഗണിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന വിവരങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും തുഷാർ മേത്ത വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും തുഷാർ മേത്ത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഗണിച്ച കോടതി കേസ് ഈ മാസം 27-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഓരോ വർഷവും 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായതിനാൽ ഒരു ചെറിയ പിഴവ് പോലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ പരീക്ഷാ സംവിധാനത്തിൽ പൂർണ്ണമായ വിശ്വസ്തത വേണമെന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കേന്ദ്ര സർക്കാർ പുതിയ നിയമ ഭേദഗതികൾ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംഘടിത പരീക്ഷാ തട്ടിപ്പുകൾ നടത്തുന്നവർക്ക് നിലവിലുള്ളതിനേക്കാൾ കടുത്ത ശിക്ഷ നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നും വിവരമുണ്ട്. നിലവിലെ നിയമം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംഘടിത പരീക്ഷാ മാഫിയകൾക്ക് കടുത്ത തടവ് ശിക്ഷ, വലിയ സാമ്പത്തിക പിഴ, സാങ്കേതിക കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക നടപടികൾ, പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കൽ, ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾക്ക് പ്രത്യേക ശിക്ഷ എന്നിവ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. 2024 പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. ഈ നിയമം കൂടുതൽ ശക്തമാക്കി ചോദ്യപേപ്പർ ചോർച്ച, ഡിജിറ്റൽ തട്ടിപ്പ്, വ്യാജ സ്ഥാനാർത്ഥികൾ, സംഘടിത പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ലക്ഷ്യം. സുതാര്യമായ പരീക്ഷാ സംവിധാനം, സമയബന്ധിത ഫലം, ചോദ്യപേപ്പർ സുരക്ഷ, തുല്യ അവസരം, അഴിമതിരഹിത പരീക്ഷകൾ, പരാതികൾക്ക് വേഗത്തിലുള്ള പരിഹാരം, ഇതൊക്കെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികൾക്കൊപ്പം സാങ്കേതിക സുരക്ഷയും ഭരണപരമായ കാര്യക്ഷമതയും ഒരുപോലെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഉണ്ട് എന്നതും ഒരു കാര്യമാണ്. അതിനുശേഷം സുപ്രീം കോടതി വിഷയത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അതേസമയം നിയമ ഭേദഗതികളെക്കുറിച്ചുള്ള മന്ത്രിസഭാ തീരുമാനവും വിദ്യാഭ്യാസ രംഗം ഉറ്റുനോക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നായ നീറ്റിന്റെ വിശ്വസ്തത ഉറപ്പാക്കുക എന്നത് വിദ്യാർത്ഥികളുടെ മാത്രം ആവശ്യമല്ല, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വസ്തത നിലനിർത്തുന്നതിനുള്ള അനിവാര്യത കൂടിയാണ്. സുപ്രീം കോടതിയുടെ കർശന ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കാര നീക്കങ്ങളും പരീക്ഷാ നടത്തിപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നതിന് ഇനി കാണേണ്ടത് തന്നെയാണ്. പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യതയും സുരക്ഷിതവും ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരം നൽകുന്ന സംവിധാനമാണ് രാജ്യത്തിന് ആവശ്യം. സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ ആ ദിശയിലുള്ള നിർണായക ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്നുമുണ്ട്.